ആ കൊടുക്കുമല്ലോ. എന്താണ് ഉദ്ദേശിച്ച കാര്യം? അല്ല, ഭാരതരത്ന കൊടുക്കേണ്ട ആളാണെന്ന് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായിട്ടില്ല, 10-16 ഭാഷകൾ. കോൺഗ്രസിലെ ഈ അഴിമതിക്കാരെ പോലെ ഒന്നും അല്ലെന്ന്. അല്ല, നരസിംഹറാവുവിനെതിരെ ഒരു കേസിലും വഴി തെളിഞ്ഞിട്ടില്ല. നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയുടെ ആൾക്കാരാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയും കമ്പനിയുമാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത്. മൻമോഹൻ സിംഗിന്റെ കാലം അഴിമതി ഉണ്ടോ? മൻമോഹൻ സിംഗും AK ആന്റണിയും ഒഴിച്ച ആ സർക്കാരിലുള്ളവരെല്ലാം അഴിമതിക്കാരായിരുന്നു. അതുകൊണ്ട് അത് പറയണ്ട. ഏത് അഴിമതി UPA കോൺഗ്രസിന്റെ ഗവൺമെന്റ് നടത്തിയാലും കമ്മീഷൻ വാങ്ങുന്നത് നമ്പർ 10 ജൻപദ് ആണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് അവരൊന്നും അങ്ങനെ തൊഴുത്തിൽ കെട്ടണ്ട. വേറെ എന്റെ പാർട്ടി അധികാരത്തിലെത്തിയത് ഈ ജനങ്ങളുടെ സഹായത്തോടു കൂടി. പിന്നെ നിങ്ങൾ കോട്ടയത്തായതുകൊണ്ട് ഈ തുർക്കിയിൽ ഇപ്പം ഇന്ന് രാവിലെ വാർത്ത വായിച്ചില്ലേ? നിങ്ങൾ ഈ രാമക്ഷേത്രം സുപ്രീം കോടതി വിധി അനുസരിച്ച് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം പണിതതാണ്. അവിടെ ഒരു രാജാവ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പള്ളി പൊളിക്കണം എന്ന് തോന്നിയാൽ അപ്പം പൊളിക്കുകയാണ്. 2000-3000 കൊല്ലം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം പൊളിച്ച് മുസ്ലിം പള്ളികളാക്കുകയാണ്. വി.ഡി. സതീശനും മിണ്ടുന്നില്ല, ഗോവിന്ദനും മിണ്ടുന്നില്ല. BJPക്ക് അങ്ങനെ ഒരു നിലപാടുമില്ല. എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി കല്ല് തപ്പണ്ട എന്ന് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്. അതറിയാത്തവരാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്. BJP നേതാവല്ല, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. BJPയിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതല്ലേ സത്യം. കേന്ദ്രം എന്താണ് നടത്തുന്നത്? സംസ്ഥാനം കേന്ദ്രം ഏത് ന്യൂനപക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നത്? ഞാൻ വായിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. ശരി. ഇല്ല, അതും വ്യാജ വാർത്തകളാണ്. BJPയുടെ മഹിളാ മോർച്ച എവിടെയും പോയിട്ടില്ല. ആ ബീച്ചിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതായിട്ട് അവിടുത്തെ വീട്ടമ്മമാർ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുട്ടികൾ വഴിയാതാറാവുന്നതിനെതിരായിട്ട് ആ അമ്മമാർ പോയതാണ്. എല്ലാം BJPയുടെ തലയെ കെട്ടിവെക്കല്ലേ. BJPയുടെ ആരും ഇല്ല, അമ്മമാരാണ്. ആ രക്ഷിതാക്കളെ സമരത്തിന് ഇറങ്ങൂലേ? മക്കള് നിങ്ങളെ പോലെയാണ്. നിങ്ങൾക്ക് എല്ലാം വാർത്തയായാൽ മതി. അവരൊക്കെ അവരെ കുട്ടികളല്ലേ വലുത്. അവിടെ എന്തുമാതിരി മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത്. അപ്പോൾ അമ്മമാരിറങ്ങും. യു ഹാവ് ടു അപ്രീഷിയേറ്റ് ദം. അല്ലാതെ വെറുതെ അത് ഞങ്ങളുടെ തല കെട്ടി വെക്കണം. പോകുന്നുണ്ട് 24 ട്രെയിൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ക്ഷണിക്കുന്നു, വരാം. തിരുവല്ല കഴിഞ്ഞു, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നു. പിന്നെ അയോധ്യ സർ, കേരളത്തിൽ ഒരു മാസം രാമായണ മാസമായി ആചരിക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം. കണ്ടില്ലേ? LDFും UDFും എതിർത്തിട്ടും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ എങ്ങനെ വിജയിച്ചു നിങ്ങൾ നോക്കൂ. കേരളത്തിൽ രാമായണവും കേരളവും തമ്മിൽ അങ്ങേറ്റത്തെ ബന്ധമുണ്ട്. നാളെ ബന്ധമുണ്ട്. അത്രയും ബന്ധമാണ്. സീതാലവകുശ ക്ഷേത്രങ്ങളുള്ളത് ഇവിടെയാണ്. ശ്രീരാമൻ ഈ കേരളത്തിലെ എത്രയോ സഖ്യന്റെ മുകളിലൂടെ എത്രയോ പോയിട്ടുണ്ട്. കൊല്ലത്ത് ജഡായിപ്പാറയുണ്ട്. 7 പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തൃപ്രയാറാണ്. അത്രയ്ക്ക് ബന്ധം കേരളത്തിൽ ശ്രീരാമനും കേരളവും തമ്മിലുണ്ട്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ട്രെയിൻ പോയില്ലെങ്കിൽ പിന്നെ എന്ത് വിചാരിക്കും? ട്രെയിൻ പോകണം. നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു. അയോധ്യയിൽ വളരെ ചുരുങ്ങിയ സംവിധാനത്തിൽ പോയി ദർശനം നടത്തി താമസിച്ച് വരാനുള്ള സൗകര്യമാണ് തീർത്ഥാടകർക്ക്. എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം അത്രയും കാണേണ്ട ഒരു സ്ഥലമാണ്. പോയിട്ട് കാണണം. ഓക്കെ. BJP എത്ര സീറ്റ് നേടുമെന്നായി? സാറ് തന്നെ 5 സീറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? 1-2 കൂടി ഞങ്ങൾ അഡീഷണൽ ഞാൻ ചേർക്കും. അതെല്ലാം പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. PC ജോർജ് ആയാലും K സുരേന്ദ്രനായാലും എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. നിങ്ങൾ ചുമ്മാ വാർത്ത കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. അല്ല, അദ്ദേഹം വളരെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. നിങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പാർട്ടിക്ക് നയങ്ങൾക്കനുസരിച്ച് ഇനി പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണ്ട. രാവിലെ കൊടയായിട്ട് അങ്ങോട്ട് പോകണ്ട. അയ്യോ അതൊക്കെ ദേശീയ തലത്തിൽ ചോദിക്കും. പിണറായി വിജയന്റെ അഴിമതിയെ പറ്റി പറയുമ്പോഴാണ് നിങ്ങൾ ഈ നരസിംഹറാവുവിന്റെ അഴിമതിയെ പറ്റി പറയുന്നത്.
അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അഴിമതിയൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സർക്കാരിനെ രക്ഷിക്കാൻ സോണിയാഗാന്ധിയുടെ ആൾക്കാർ സൂട്ട് കേസിൽ കാശ് കൊണ്ടുവന്നു. അത് സത്യമാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ആണല്ലോ, സർക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉന്നയിക്കുമല്ലോ. അതെ, നരസിംഹറാവുവിനെതിരെ ഒരു കോടതിയിലും ഒരു അഴിമതിയും തെളിഞ്ഞിട്ടില്ലല്ലോ. ലാലു പ്രസാദ് യാദവ് കടന്ന പോലെ അയാൾ കടന്നോ? പിണറായി വിജയനെ പോലെ ഒരു കള്ളനാണെന്ന് ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വെറുതെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്? അല്ലല്ലേ, ഉള്ളത് പോലെ പറയണം.